ഇന്ന് അഗസ്ത്യകൂടത്തുനിന്ന് കർക്കിടക ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പൊ എനിക്ക് തോന്നി മരിച്ചയാളെയും കൂടെ കൂട്ടണമെന്ന്. അങ്ങനെ നിങ്ങൾ ഇയാളെ കത്തിച്ചായിരുന്നല്ലോ, ആ മേഘനോടൊപ്പം കൂടി. അവിടെ ചെന്ന് നേരെ എങ്ങി പിടിച്ചോണ്ട് വരികയായിരുന്നു. നോക്കണ്ട, കണ്ണൻ പറഞ്ഞതാ സത്യം. മഹിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തില്ലേ, എന്നിട്ട് മഹിയുടെ ബോഡി കത്തിച്ചില്ലേ? അതൊക്കെ അതേപടി തന്നെ ഞങ്ങളുടെ മൊബൈലുണ്ട്. എന്നിട്ടും മഹാലക്ഷ്മി എങ്ങനെ മടങ്ങി വന്നെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. എന്നാ കേട്ടോ, കൊന്നാലും മഹാലക്ഷ്മി മടങ്ങി വരും. കത്തിക്കുകയാണെങ്കിൽ ആ ചാമ്പലിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ എന്റെ അച്ഛനെ അധികം അച്ഛന്ന് വിളിച്ചിട്ടില്ല, നിങ്ങളെ കൂടുതലും വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുത്തശ്ശിന്ന് വിളിച്ചത് നിങ്ങളുടെ അമ്മയാ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. അവളെ സ്വന്തം അനിയത്തെ പോലെയാ ഞാൻ കരുതിയതും സ്നേഹിച്ചതും ഒക്കെ. അതുപോലെ തന്നെ കണ്ണിട്ട് നിന്നെ സ്നേഹിച്ചത്. എന്നിട്ട് നീ സ്നേഹിക്കാത്തതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ കൊല്ലാതിരുന്നൂടെ ഞങ്ങളെ? അനന്ത് പറഞ്ഞില്ലേ, അന്ന് സംഭവിച്ച എന്താണെന്നറിയാൻ ആകാംക്ഷ കാണും നാലാൾക്കും. നിങ്ങൾക്കൊക്കെ മാത്രമല്ല, ഇനിയുണ്ട് സത്യങ്ങൾ അറിയാൻ ഒരുപാട് പേര്. എല്ലാവരുടെ മൊബൈലിലേക്കും ഇപ്പൊ അയക്കാൻ പോവാ അന്ന് നടന്നതൊക്കെ. ഇയാള് ഫിനാൻസ് ഹെഡ്സിൽ നിന്ന് ഗുണ്ടകൾ താമസിക്കുന്ന താവളത്തിലേക്ക് വന്നതുവരെയുള്ള എല്ലാ ദൃശ്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇനി നടന്നതൊക്കെ വിശദമാക്കി തരാൻ മെനക്കെടുന്നില്ല. ഇന്നലെ തിരുവോണത്തിന്റെ അന്നും അതിനു മുമ്പും എല്ലാവരും കണ്ടത് മരിച്ച മഹാലക്ഷ്മിയല്ല, മരിച്ചെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഈ നിൽക്കുന്ന മഹാലക്ഷ്മിയെ തന്നെയാ. താൻ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാടോ? ആ കാട്ടിനകത്ത് ഒരു കരിങ്കാലി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെയാ. തനിക്ക് എന്റെ മുഖം ഓർമ്മയുണ്ടോ? എവിടെയോ കണ്ടു മറന്നതുപോലെ. ഓഹോ, ഞാൻ ഇടയ്ക്ക് അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഓ, അവിടുത്തെ ദേവിക്ക് ശക്തിയൊക്കെ ഉണ്ടോ? ഓ, ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു ദൈവങ്ങൾക്കും ശക്തിയില്ലെന്ന വിശ്വാസക്കാരനൊന്നും അല്ല ഞാൻ. പക്ഷേ തന്നെ പോലുള്ളവന്മാർ പൂജിച്ചു കഴിഞ്ഞാലേ ആ ദേവിക്ക് ശക്തിയില്ലാതാവും. അവിടുത്തെ ദൈവങ്ങളെ തൊഴുന്ന ഭക്തർക്ക് ഒരു ഫലവും കിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തോടെ നീ പണി നിർത്തിക്കോണം. മന്ത്രവാദം മാത്രമല്ല, അമ്പലത്തിലെ പൂജാരിയുടെ റോൾ അവസാനിപ്പിക്കണമെന്നാ പറഞ്ഞത്. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഇങ്ങനെ നീ ജീവിക്കണ്ട. അയ്യോ, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ മേലനങ്ങി അധ്വാനിച്ച് ജീവിച്ചാ മതി. വേണോ സാറേ? ആ വേഷത്തിൽ വേണം തന്നെ ഇനി കാണാൻ. അല്ലെങ്കിൽ പൊതു നിരത്തിലിട്ടായിരിക്കും ഇനി തന്നെ ഇടിച്ച് പിഴിയാൻ പോകുന്നത്. കേട്ടോ? പിന്നെ പൂജയുടെ പൈസ. തന്റെ പൂജയുടെ പൈസ? അയ്യോ വേണ്ട, പൈസ വേണ്ട, പൈസ വേണ്ട സാർ. ഓൻ.